തൃശൂർ ജില്ലയിലെ കുറ്റിച്ചിറയിൽ നടന്ന ഒരു വെട്ടുകേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്ന യുവാവിന്റെ ആത്മഹത്യ നാടിനെ തന്നെ നടുക്കിയിരിക്കുകയാണ്. ചോദ്യം ചെയ്യലിനായി പോലീസിനൊപ്പമെത്തി രാത്രി തിരികെ വീട്ടിലെത്തിയതിനു പിന്നാലെയാണ് 41-കാരനായ ലിൻഡോയുടെ ആത്മഹത്യ. മാനസിക പീഡനമാണ് ലിൻഡോ മരിക്കാൻ കാരണമെന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നത്. മരിക്കുന്നതിന് മുൻപ് ലിൻഡോ കൂട്ടുകാരെ വിളിക്കുകയും തനിക്ക് ഭയമാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു. ലിൻഡോയുടെ ആത്മഹത്യയുടെ ഞെട്ടലിലാണ് മാതാപിതാക്കളും സുഹൃത്തുക്കളും. മരിക്കുന്നതിന് മുൻപ് രാത്രിയിൽ ലിൻഡോ സുഹൃത്തുക്കളെ വിളിച്ചിരുന്നു. തനിക്ക് പേടിയാണെന്നും പോലീസുകാരിൽ നിന്നും തനിക്ക് സമ്മർദ്ദമുണ്ടെന്നും എനിക്ക് സഹിക്കാൻ വയ്യെന്നും മാനസികമായി തളർന്നു പോകുകയാണെന്ന് ആണ് ആ ഫോൺ സംഭാഷണത്തിൽ ലിൻഡു സുഹൃത്തുക്കളോട് പറഞ്ഞത്. ശേഷം മരിച്ചുവെന്ന വാർത്തയാണ് അറിയുന്നത്. സഹിക്കാൻ കഴിയുന്നില്ല അവൻ്റെ മരണം. ഒന്നും ചെയ്യാതെയാണ് അവനെ അവർ പിടിച്ചുകൊണ്ടുപോയത് എന്നാണ് സുഹൃത്തുക്കൾ മരണത്തിൻ്റെ ഞെട്ടലിൽ പറയുന്നത്. പോലീസിൻ്റെ മാനസിക പീഡനമാണ് മകൻ മരിക്കാൻ കാരണമെന്നാണ് മാതാപിതാക്കളും സങ്കടത്തിൽ പറയുന്നത്. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചതിനു ശേഷമാണ് ലിൻഡോ മരിക്കുന്നത്. ഒക്ടോബർ 13 രാത്രി 9-ഓടെയാണ് പോലീസ് വാഹനത്തിൽ ലിൻഡോയെ കൂട്ടിക്കൊണ്ടുപോയത്. വെട്ടുകേസുമായി ബന്ധപ്പെട്ട കാര്യം ചോദിച്ച് മനസ്സിലാക്കാനുണ്ടെന്നും പ്രതിയുടെ വീട് കാണിച്ചു തരാമോയെന്നും പോലീസ് ചോദിക്കുകയായിരുന്നു. വീട് കാണിച്ചു തരാമെന്നു പറഞ്ഞാണ് വാഹനത്തിൽ കയറിപ്പോയത്. ഉടനെ കൊണ്ടുവിടാമെന്നും പോലീസ് വീട്ടുകാരോട് പറഞ്ഞിരുന്നു. രാത്രി 1:15-നാണ് തിരികെ വീട്ടിലെത്തിച്ചത്. പോലീസ് പിടിച്ചുകൊണ്ടുപോയി വീട്ടിലെത്തിച്ച ശേഷം ലിൻഡോ വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. എന്തു സംഭവിച്ചുവെന്ന വീട്ടുകാരുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും മറ്റുള്ളവരിൽ നിന്ന് ഒഴിഞ്ഞു നടക്കുകയുമായിരുന്നു എന്ന് കരഞ്ഞുകൊണ്ട് ലിൻഡോയുടെ അച്ഛൻ ജോർജ് പറയുന്നു. പ്രതിയോ സാക്ഷിയോ അല്ലാത്തയാളെ രാത്രി വീട്ടിൽ വന്ന് വിളിച്ചിറക്കിക്കൊണ്ടു പോയതും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാതിരുന്നതും എന്തിനാണെന്നുമാണ് നാട്ടുകാരും ചോദിക്കുന്നത്. എന്നാൽ വെട്ടുകേസിലെ പ്രതിയെ പോലീസിന് കാണിച്ചു നൽകിയത് ലിൻഡോ ആണെന്ന് പറയുന്നു. അവരുടെ മറ്റു സംഘങ്ങളിൽ നിന്ന് ലിൻഡോയെ ഭീഷണിപ്പെടുത്തിയോ എന്നും ചിലർ കരുതുന്നുണ്ട്. എന്താണ് തൻ്റെ സുഹൃത്തിന് സംഭവിച്ചത് എന്നറിയാതെ ആശുപത്രിയിൽ നിന്നും മൃതദേഹം ഏറ്റുവാങ്ങിയില്ല. മകന്റെ മരണം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് അറിയാതെ വിങ്ങിപ്പൊട്ടുകയാണ് ഒരു കുടുംബം. ലിൻഡോയുടെ വീട്ടിലും നാട്ടിലും കൂട്ടുകാരും നാട്ടുകാരും പ്രതിഷേധിച്ചിരുന്നു. പോലീസ് എത്തി ഒത്തുതീർപ്പിന് ശ്രമിച്ചെങ്കിലും നാട്ടുകാർ വഴങ്ങിയില്ല. ലിൻഡോയുടെ മരണത്തിന്റെ ഉത്തരവാദിയെ കണ്ടെത്തണം എന്നാണ് അവരുടെ ആവശ്യം. അത് എത്രയും വേഗം നടത്തിത്തരുമെന്ന് പോലീസ് ഉറപ്പ് നൽകാതെ വീട്ടിൽ നിന്നും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് തരില്ലെന്ന് അവർ പറയുന്നു. ഡിവൈഎസ്പി അന്വേഷണം നടത്തുമെന്ന് വാർഡംഗം ജോഫിൻ ഫ്രാൻസിസിന് ഉറപ്പ് നൽകിയ ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ച് പോസ്റ്റ്മോർട്ടം നടത്താൻ നാട്ടുകാർ സമ്മതിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തും. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ പുളിയങ്കര സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.